ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ സ്റ്റൂ ആണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാനിവിടെ ഒരു 700 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു കുക്കറിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചിട്ട് എടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ചിക്കൻ വൃത്തിയാക്കിയതിനു ശേഷം നേരെ കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ചിക്കനിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങനീരാണ്. 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ നാരങ്ങനീരൊക്കെ ചിക്കന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങി വരും വേവുന്ന സമയത്ത്. ഇപ്പൊ ഞാനിവിടെ ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലിന് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇതാ നമുക്ക് ഇവിടെ വിസിലൊക്കെ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിന്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ഇതാ നമുക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റ് ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല, പാകത്തിന് തന്നെ വെന്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 വിസിലിന് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചതൊന്ന് മാറ്റി വെക്കാം, അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാനിതാ വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 2-3 ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 4 ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓൺ ആക്കിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇപ്പൊ നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാല അല്ല കേട്ടോ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റൂവിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. സ്റ്റൂവിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കില്ല, കളറും മാറിപ്പോവും. അതുപോലെ തന്നെ ഫ്ലേവറും ഒരുപാട് ഗരം മസാല കൂടി പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഗരം മസാലയാണ് പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കാതെ സ്റ്റൂവിന് വേണ്ടി മാത്രം ഈ ഒരു മസാല പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഞാനിതാ ഇവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള 1-ാം പാൽ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച സമയത്ത് വെള്ളം ചേർത്തിട്ടാണല്ലോ വേവിച്ചത്, അതുകൊണ്ട് തന്നെ 3-ാം പാൽ ഞാൻ എടുക്കുന്നില്ല. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അരിച്ചിട്ടാണ് 1-ാം പാൽ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 1-ാം പാൽ പിഴിഞ്ഞെടുത്ത അതേ തേങ്ങയിലേക്ക് തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. എന്നിട്ടൊന്ന് അരിച്ചെടുത്തതാണ് 2-ാം പാലായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് 2-ാം പാലും 1-ാം പാലും എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് ാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 3 പച്ചമുളക് ഇതുപോലെ നടുവ് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പാടങ്ങോട്ട് വഴണ്ട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇപ്പൊ നമ്മളിവിടെ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഉള്ളി നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കളർ ഒന്നും മാറിപ്പോയിട്ടില്ല. ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ മാത്രം നമുക്ക് ഇപ്പൊ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2-3 കഷ്ണം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ കുക്കറിൽ ചിക്കൻ വേവിച്ചുകൊണ്ട് തന്നെ ഇനി ഒരുപാട് വേവാനൊന്നുമില്ല, നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് വീണ്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. 2-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം കറി.
ഇപ്പൊ നമ്മൾ ഇവിടെ രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരമായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പൊ കറി കുറച്ച് ലൂസ് ആയിട്ടാണ് ഉള്ളത്, പക്ഷെ തണുത്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കറി കുറുക്കി കിട്ടിക്കോളും നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു കറിവേപ്പിലയുടെ മേലെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മാത്രം പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു കറി ചൂടോട് കൂടി തന്നെ നമുക്ക് അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. ഇപ്പൊ ഞാനിത് ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ആ ചൂട് തട്ടിയിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിന്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിന്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.